IPL താരലേലത്തിൽ പൊന്നും വിലയുള്ള താരമായി ഋഷഭ് പന്ത് 27 കോടിക്ക് ലക്നൗ സൂപ്പർ ജയന്റ്സ് പന്തിനെ സ്വന്തമാക്കി. 26.75 കോടിക്ക് ശ്രേയസിനെ പഞ്ചാബ് കിങ്സ് ആണ് സ്വന്തമാക്കിയത്. മലയാളി താരം വിഷ്ണു വിനോദിനെയും പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. നിഖിൽ കുമാർ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. നിഖിൽ, IPL താരലേലത്തിൽ പൊന്നും വിലയ്ക്കാണ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ IPL താരലേലത്തിൽ ലേലത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഋഷഭ് പന്തിനെ എന്തായാലും ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. IPL താരലേലത്തിലെ ഏറ്റവും ഉയർന്ന വില എന്ന് തന്നെ പറയാം. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് തന്നെയാണ് ഋഷഭ് പന്തിനെ ഈ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റ് ലേലത്തിൻ്റെ വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്ത് ആണെങ്കിലും തൊട്ടടുത്ത് തന്നെ എത്തിയ മറ്റൊരു താരം കൂടിയുണ്ട്, ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലേലത്തിൽ തുടക്കത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുക ലഭിച്ചത് ശ്രേയസ് അയ്യർക്കാണ്. 26.75 കോടി രൂപ ശ്രേയസ് അയ്യർക്ക് ലഭിച്ചു. തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കകമാണ് ഋഷഭ് പന്ത് ആ ഒരു തുക മറികടന്നത്. പിന്നീട് മറ്റ് വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അർഷദീപ് സിംഗ് 18 കോടി രൂപയ്ക്ക് അർഷദീപ് സിംഗിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതും നമ്മൾ കണ്ടതാണ്. അതും ഈ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഉയർന്ന തുക കൈവശമുണ്ടായിരുന്നത് അവർക്ക് 110 കോടി ഇന്നലെ ലേലത്തിനെത്തിയപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഋഷഭ് പന്തിന് തൊട്ടു പിന്നാലെ അവർ ശ്രേയസ് അയ്യരെയും തൊട്ടു പിന്നാലെ അർഷദീപ് സിംഗിനെയും അവർ സ്വന്തമാക്കുന്നത്. അതായത് ശ്രേയസ് അയ്യരെയും അർഷദീപ് സിംഗിനെയും അവർ സ്വന്തമാക്കുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു താരത്തെ കൂടി അവർ സ്വന്തമാക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. യുസ്വേന്ദ്ര ചഹലിനെയും 18 കോടി രൂപയ്ക്കാണ് അവർ സ്വന്തമാക്കിയത് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു IPL ലേലത്തിൽ ഉയർന്ന തുകകൾക്ക് തന്നെ ഇന്ത്യൻ താരങ്ങൾക്കൊക്കെ വലിയ ഉയർന്ന തുക തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരം കൂടിയുണ്ട്, മലയാളി താരമായ വിഷ്ണു വിനോദ്. ഇന്നലെ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസും ഒപ്പം തന്നെ പഞ്ചാബ് കിങ്സും തമ്മിൽ വിഷ്ണു വിനോദിന് വേണ്ടി ഒരു വാശിയേറിയ ലേലം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ വിഷ്ണു വിനോദിനെ 95 ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് അവരുടെ പാളയത്തിൽ എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മലയാളി താരമാണ്. കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. ഒപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് വിഷ്ണു വിനോദ്. നമ്മൾ IPL മാത്രമല്ല മറ്റ് മത്സരങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന കേരള ക്രിക്കറ്റ് ലീഗിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരം കൂടിയാണ് മലയാളി വിക്കറ്റ് കീപ്പറായിട്ടുള്ള വിഷ്ണു വിനോദ്. വിഷ്ണു വിനോദിനെ 95 ലക്ഷം രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ പഞ്ചാബ് കിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒട്ടനവധി താരങ്ങളെ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാക്സ്വെലിനെ അടക്കം അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചു. അതായത് അവരുടെ ഇത്തവണത്തെ പരിശീലകനായി വന്നത് റിക്കി പോണ്ടിങ്ങാണ്. അങ്ങനെ റിക്കി പോണ്ടിങ്ങിൻ്റെ ഏറ്റവും കംഫർട്ട് സോണിൽ നിൽക്കുന്ന പല താരങ്ങളെയും സ്വന്തമാക്കുന്ന ഒരു കാഴ്ച. ഈ ശ്രേയസ് അയ്യരെ പോലുള്ള ഒരു മികച്ച നായകൻ അവർക്ക് വരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് ഇറങ്ങുന്ന ഒരു കാഴ്ച. ഇനി ആരാധകരൊക്കെ കാത്തിരുന്ന ഒരു കോംബോ IPLലേക്ക് വരികയാണ്. കാരണം ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുംബൈയിൽ പന്തെറിയാൻ ആര് വരും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായി ട്രെൻറ്റ് ബോൾട്ട് മുംബൈയുടെ ബൗളിംഗ് നിരയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതായത് ബോൾട്ടും, അതായത് ഇപ്പോൾ നിലവിലുള്ളതിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 2 ഫാസ്റ്റ് ബൗളേഴ്സ് ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. അങ്ങനെ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ട്രെൻറ്റ് ബോൾട്ട് കൂടി എന്തായാലും മുംബൈയുടെ ബൗളിംഗ് നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഒപ്പം എടുത്തു പറയേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അൺസോൾഡായ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അൺസോൾഡായ പ്ലെയേഴ്സിൽ ഏറ്റവും മുന്നിലുള്ളത് ഡേവിഡ് വാർണറാണ്. ഡേവിഡ് വാർണർ അൺസോൾഡ് ആയിട്ടുണ്ട്. ഡേവിഡ് വാർണർ 2 കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരമാണ്. മുൻപ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്നു ഡേവിഡ് വാർണർ അൺസോൾഡായി. ഒപ്പം തന്നെ ജോണി ബെയർസ്റ്റോ അൺസോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളി താരമായ ദേവദത്ത് പടിക്കൽ അൺസോൾഡ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേയധികം താരങ്ങൾ അൺസോൾഡ് ആയിട്ടുണ്ട്. എന്തായാലും IPLൻ്റെ മെഗാ താരലേലത്തിലെ ആദ്യ ദിനം ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ തന്നെ 70ഓളം താരങ്ങൾ ഇന്നലെ 10 ടീമുകളിലായി വിറ്റുപോയിട്ടുണ്ട്. ഇനിയും താരലേലം നടക്കാനുണ്ട്. ബാക്കിയുള്ള താരങ്ങൾ, അതായത് ഇനിയും ഒട്ടനവധി യുവതാരങ്ങൾ, അതിൽ തന്നെ നിരവധി മലയാളി താരങ്ങളുണ്ട്. അവരുടെയൊക്കെ താരലേലം ഇന്നാണ് നടക്കുക. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന ആ ഒരു ലേലം അത് ഇന്ന് ആണ് അതിൻ്റെ 2ാം ദിനം നടക്കാനിരിക്കുന്നത്. എന്തായാലും ആരാധകർക്ക് മലയാളികൾക്ക് കാത്തിരിക്കുന്നത് സച്ചിൻ ബേബി അടക്കമുള്ളവർ ഇനി ലേലത്തിലേക്ക് വരാനുണ്ട്. അവരെ ഏതൊക്കെ ടീം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ലേല വിവരങ്ങൾ ഇതാണ്. ഉയർന്ന വിലയുള്ള താരമായി ഋഷഭ് പന്ത് മാറിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ശ്രേയസ് അയ്യരുണ്ട്. ഒപ്പം മിച്ചൽ സ്റ്റാർക്കിനെ ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കിയിരിക്കുന്നു. ബുംറയ്ക്കൊപ്പം പന്തെറിയാൻ ബോൾട്ട് എത്തുന്നു. ഇതാണ് ആദ്യ ദിനത്തിലെ ലേലത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. വിനോദ.
തീർച്ചയായും സൗദിയിൽ നടക്കുന്ന താരലേലം അല്ലേ, ഓരോ താരങ്ങൾക്കും വലിയ വില നിശ്ചയിച്ചുകൊണ്ട് ഓരോ താരങ്ങളെയും സ്വന്തമാക്കാൻ ഉള്ള ഒരു പടപ്പുറപ്പാട് തന്നെയാണ് അവിടെ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ.